CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തനിക്കെതിരെ അപകീർത്തികരവും വസ്തുതാവിരുദ്ധവുമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് KT ജലീൽ MLA-ക്കെതിരെ നിയമ നടപടിയുമായി സന്ദീപ് വാര്യർ. ജലീലിന് മാനനഷ്ട കേസിൽ വക്കീൽ നോട്ടീസ് അയച്ചതായും നടത്തിയ പരാമർശങ്ങൾ പരസ്യമായി പിൻവലിക്കണമെന്നും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു. കുമരംപുത്തൂർ പഞ്ചായത്ത് ഭരണത്തിൽ CPM നേരിട്ടിടപെട്ട് പാർട്ടി അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറിയെ തടഞ്ഞുവച്ചു. നികുതി പിരിവുമായി ബന്ധപ്പെട്ട ഡിമാൻഡ് നോട്ടീസ് വിതരണം ചെയ്യാനുള്ള ആളുകളെ തിരഞ്ഞെടുത്തതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായാണ് പ്രധാന ആരോപണം. കടമ്പഴിപ്പുറത്ത് നടന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ NFC നെല്ലിക്കുറിശി ജേതാക്കളായി. ആവേശം നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്ക് വാക്കടപ്പുറത്തെ പരാജയപ്പെടുത്തിയാണ് നെല്ലിക്കുറിശി കിരീടം ചൂടിയത്. ഉലാമന്തോൾ പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ഗുരുവായൂർ മുൻ മേൽശാന്തി ഹരീഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർ പങ്കെടുത്ത സാംസ്കാരിക സദസ്സും നടന്നു. തനിക്കെതിരെ അപകീർത്തികരവും വസ്തുതാവിരുദ്ധവുമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് KT ജലീൽ MLA-ക്കെതിരെ നിയമ നടപടിയുമായി സന്ദീപ് വാര്യർ. ജലീലിന് മാനനഷ്ട കേസിൽ വക്കീൽ നോട്ടീസ് അയച്ചതായും നടത്തിയ പരാമർശങ്ങൾ പരസ്യമായി പിൻവലിക്കണമെന്നും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു. ശ്രീ KT ജലീൽ MLA ഈ സമയത്ത് എൻ്റെ പേര് തികച്ചും അനാവശ്യമായിട്ട് ഒരു പൊതുചർച്ചയിലേക്ക് വലിച്ചഴച്ചത് അദ്ദേഹത്തിൻ്റെ പരാജയഭീതി മൂലമാണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കി. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിലയില്ലാ കയത്തിലാണ്. അദ്ദേഹത്തിന് ചവിട്ടി നിൽക്കാൻ ഒരു മണ്ണ് പോലും ഇല്ല എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കെ അദ്ദേഹം നിലനിൽപ്പിന് വേണ്ടി തികച്ചും വർഗീയമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ശ്രീ KT ജലീൽ കേരളത്തിലെ പൊതുസമൂഹം തള്ളിക്കളഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് CPM നടത്തിയിട്ടുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു പത്രപരസ്യം, ആ പത്രപരസ്യം അച്ചടിച്ച് വിതരണം ചെയ്തതിനെ തുടർന്ന് പാലക്കാട്ടെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ തള്ളിക്കളഞ്ഞ അതേ ആക്ഷേപങ്ങൾ വീണ്ടും മാധ്യമങ്ങളിലൂടെ വന്ന് ഉന്നയിക്കുകയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഉന്നയിക്കുന്ന ചില ആക്ഷേപങ്ങൾ വസ്തുതയുമായി കുലബന്ധം പോലും ഇല്ലാത്ത, ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയാത്ത, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു കാര്യം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ വന്ന് പറയുന്നത് കേട്ടു. മുസ്ലിങ്ങളെ മുഴുവൻ കഴുത്തിലൂടെ ടയറിട്ട് കത്തിച്ച് പാകിസ്ഥാനിലേക്ക് അയക്കണമെന്ന് സന്ദീപ് വാര്യർ ഒരു ചാനലിൽ പറഞ്ഞു എന്നാണ്. ആ സന്ദീപ് വാര്യരെ ലീഗ് ഏറ്റെടുത്ത് നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ശ്രീ KT ജലീൽ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ശ്രീ KT ജലീലിനെതിരായിട്ട് ഞാൻ എൻ്റെ അഭിഭാഷകൻ, സുപ്രീം കോടതി ലോയറായിട്ടുള്ള അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ മുഖേന നിയമപരമായിട്ടുള്ള ലീഗൽ നോട്ടീസ് ശ്രീ KT ജലീലിന് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സത്യം തെളിയുന്നത് വരെ പൂർണ്ണമായിട്ടും എനിക്ക് നിയമത്തിലും അതുപോലെ നിയമ സംവിധാനങ്ങളും വിശ്വാസമുണ്ട്. ഞാൻ ഈ നിയമ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. CCN മലപ്പുറം. കുമരംപുത്തൂർ പഞ്ചായത്ത് ഭരണത്തിൽ CPM നേരിട്ടിടപെട്ട് പാർട്ടി അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറിയെ തടഞ്ഞുവച്ചു. നികുതി പിരിവുമായി ബന്ധപ്പെട്ട ഡിമാൻഡ് നോട്ടീസ് വിതരണം ചെയ്യാനുള്ള ആളുകളെ തിരഞ്ഞെടുത്തതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായാണ് പ്രധാന ആരോപണം. നിഷ്പക്ഷമായിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മതി, അല്ലാതെ ലീഗിന്റെയും കോൺഗ്രസിന്റെയൊക്കെ ഒപ്പം നിന്ന് മുന്നോട്ട് പോകണമെന്നല്ല ഞങ്ങൾ പറയണത്. കേവലം ബോർഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസാരം മാത്രമാണ്. ബോർഡ് കഴിഞ്ഞ് സാർ പുറത്തിറങ്ങുവാണ്. കഴിഞ്ഞ 30 വർഷമായിട്ടും ഇപ്പോഴും ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ അടി പറഞ്ഞ് 2 മാസമായിട്ട് കമ്പനി ഞങ്ങളോട് നശിച്ചിട്ടൊന്നുമില്ല. സാർക്ക് ഒരു കാര്യം ഉറപ്പുവരാ, ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത് ജസ്റ്റ് ഒന്ന് സാർക്ക് പരാതി തരിക, സാറിന് അഭിപ്രായം കേൾക്കാന്നുള്ള തീരുമാനത്തിന് പേരില്ല. മറിച്ചൊരു തീരുമാനമാണ് വന്നിട്ടുണ്ടെങ്കിൽ സാർ ഇവിടെ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള കെൽപ്പും ശക്തി യൂത്ത് ലീഗിനുണ്ട്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഈ ഇതിന്റെ അകത്തോട്ട് കയറുമ്പോ അവിടെ പാർട്ടി ഇല്ല, എല്ലാ മെമ്പർമാരും തുല്യരാ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്രയും നേരം സാറിനോട് സംസാരിച്ചിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അനീതിയായിട്ട് മാത്രം സംസാരിച്ചില്ല. മറിച്ച് ഞങ്ങൾ എന്താ പറഞ്ഞത്,
ഭരണസമിതി തീരുമാനങ്ങളെ അട്ടിമറിച്ച് CPM പാർട്ടി സെക്രട്ടറി ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് യൂത്ത് ലീഗ് ആരോപിക്കുന്നു. കഴിഞ്ഞ 12-ാം തീയതി ചേർന്ന പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ അതത് വാർഡ് മെമ്പർമാർ നിശ്ചയിക്കുന്നവർ ഡിമാൻഡ് നോട്ടീസ് വിതരണം ചെയ്യട്ടെയെന്നായിരുന്നു ഔദ്യോഗിക തീരുമാനം. എന്നാൽ മെമ്പർമാർ നൽകിയ ലിസ്റ്റ് പൂർണ്ണമായും അവഗണിച്ച് CPM പാർട്ടി സെക്രട്ടറി നൽകിയ ലിസ്റ്റിലുള്ള സ്വന്തം താൽപര്യക്കാരെ നിയമിച്ചുവെന്നാണ് ആരോപണം. ഈ ലിസ്റ്റിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥികൾ പോലും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. ക്രമക്കേടിനെ കുറിച്ച് സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അത് പ്രസിഡന്റിന്റെ തീരുമാനമാണെന്നും പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ അത് സെക്രട്ടറിയുടെ തീരുമാനമാണെന്നും പറഞ്ഞ് പരസ്പരം പഴിചാരി അധികൃതർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് യൂത്ത് ലീഗ് കുറ്റപ്പെടുത്തി. ഭരണസമിതി അധികാരമേറ്റ് 3 ദിവസത്തിനുള്ളിൽ മുൻ പ്രസിഡന്റുമാരായ ഉബൈദ് ചങ്ങലേരി, MA അസീസ് എന്നിവരുടെ ഫോട്ടോകൾ ബോർഡ് തീരുമാനമില്ലാതെ മാറ്റിയതിനെയും യൂത്ത് ലീഗ് ശക്തമായി ചോദ്യം ചെയ്തു. ഇത് രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ ഭാഗമാണെന്ന് അവർ ആരോപിച്ചു. CCN മണ്ണാർക്കാട്. കടമ്പഴിപ്പുറത്ത് നടന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ NFC നെല്ലിക്കുറിശി ജേതാക്കളായി. ആവേശം നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് വാക്കടപ്പുറത്തെ പരാജയപ്പെടുത്തിയാണ് നെല്ലിക്കുറിശി കിരീടം ചൂടിയത്. ഈ ടൂർണമെന്റിന്റെ കലാശപ്പെട്ട ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ഇരു ടീമിനെ കളിക്കാരുമായി പരിചയപ്പെടാൻ സ്റ്റേഡിയത്തിന്റെ മധ്യഭാഗത്തേക്ക് ഒറ്റപ്പാലം നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ സാർ ഇന്നത്തെ ഹലോ ഫ്രണ്ട്സ് വാക്കടപ്പുറത്തിനും NFC നെല്ലിക്കുറിശിക്കും ഈ സ്റ്റേഡിയത്തിലേക്ക് കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാമകൃഷ്ണൻ മാസ്റ്റർ യോകുമാർ സാനിറ്ററി ഈ ടൂർണമെന്റിന്റെ പ്രാദേശിക മത്സരത്തിലേക്ക് വിന്നേഴ്സ് ട്രോഫിയും പ്രൈസ് മണിയും സ്പോൺസർ ചെയ്ത മെട്രോ ഇലക്ട്രിക്കൽസ് ഉടമ സുബൈർ സലീം പാലത്തുങ്കൽ, KSA ജോയിന്റ് സെക്രട്ടറി അബ്ബാസ്, KSA ട്രഷറർ ഇഖ്ബാൽ കുണ്ടിയത്ത് എന്നിവർ ഇന്ന് മത്സരിക്കുന്ന ഇരു ടീമിനെ കളിക്കാരുമായി പരിചയപ്പെടുന്നു. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നെങ്കിലും 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ നെല്ലിക്കുറിശി ആധിപത്യം ഉറപ്പിച്ചു. ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ 2 ഗോളുകൾ നേടി അവർ മുന്നിലെത്തി. എന്നാൽ കളി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ 1 ഗോൾ തിരിച്ചടിച്ച് വാക്കടപ്പുറം മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നു. അവസാന വിസിലിന് തൊട്ടു മുൻപ് വാക്കടപ്പുറത്തിന് സമനില ഗോളിനുള്ള സുവർണാവസരം ലഭിച്ചെങ്കിലും അത് ലക്ഷ്യത്തിലെത്തിക്കാൻ അവർക്കായില്ല. ടൂർണമെന്റിന്റെ ഭാഗമായി നടന്ന പ്രാദേശിക മത്സരത്തിൽ ഐശ്വര്യ തോട്ടരയും ടൗൺ ടീം കടമ്പഴിപ്പുറവും തമ്മിലായിരുന്നു പോരാട്ടം. നിശ്ചിത സമയത്ത് സമനില പാലിച്ചതിനെ തുടർന്ന് ടോസിലൂടെ ടൗൺ ടീം കടമ്പഴിപ്പുറം വിജയികളായി. ആരാധപ്പെട്ട കിരീടം അലങ്കരിക്കാൻ NFC നെല്ലിക്കുറിശി വിജയിച്ചിരിക്കുന്നു. NFC നെല്ലിക്കുറിശിയുടെ മുഴുവൻ ടീമംഗങ്ങളും മാനേജറും. മത്സരത്തിനു ശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനം ഒറ്റപ്പാലം MLA K പ്രേംകുമാർ നിർവഹിച്ചു. അടുത്തതായി പ്രാദേശിക കടമ്പഴിപ്പുറം സമ്മാനിക്കുന്ന പ്രാദേശിക മത്സരത്തിന്റെ രാഷ്ട്രീയ കിരീടം കൈമാറുകയാണ്.
അടുത്തതായി കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മൂന്നാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. മുൻകഴിഞ്ഞ 2 വർഷങ്ങളിലും നിങ്ങൾക്കറിയാം, നമ്മൾ ഇതിൻ്റെ ബാലൻസ് വരുന്ന തുകയിൽ നിന്നും നമ്മുടെ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഒരുപാട് കിടപ്പ് രോഗികൾക്കും അതുപോലെ തന്നെ നിരാലംബരായ ആളുകൾക്കും ഇതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇതിൻ്റെ തുക വിനിയോഗിക്കുന്നത്. അതുപോലെ തന്നെ വർഷം തോറും ഇവിടുത്തെ ചെറിയ കുട്ടികളെ വാർത്തെടുക്കുന്നതിനു വേണ്ടി ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ്, അതുപോലെ തന്നെ നീന്തൽ പരിശീലനം, അതുപോലെ തന്നെ മറ്റു ഓണാഘോഷ പരിപാടികൾ, അങ്ങനെ പല പല പരിപാടികൾ ഈ KSAന്റെ കീഴിൽ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. CCN കടമ്പഴിപ്പുറം. മലപ്പുറം പൊന്മുണ്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ മന്ദിരം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ആധുനിക സൗകര്യങ്ങളോടെ 2.14 കോടി രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് അതിമനോഹരമായ ഒരു കെട്ടിടമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബഹുമാന്യനായിട്ടുള്ള മിനിസ്റ്റർ ശ്രീ വി അബ്ദുറഹ്മാനാണ്. അദ്ദേഹം 2.14 കോടി രൂപ ബജറ്റിലൂടെ അനുവദിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമം, അതോടൊപ്പം ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയും ചേർത്തുകൊണ്ടാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ലഭ്യമായത്. ആരോഗ്യ വകുപ്പിൽ ആർദ്ര മിഷനിലൂടെ ഈ കാലഘട്ടത്തിൽ താഴേത്തട്ട് മുതൽ പഞ്ചായത്തുകളിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി അടിസ്ഥാന സൗകര്യങ്ങളിൽ നല്ല മുന്നേറ്റമുണ്ടാക്കി ഉയർത്തുകയും താലൂക്ക് തലം മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സ ഉറപ്പാക്കുകയും ജില്ലാതലത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ഉറപ്പാക്കുകയും മെഡിക്കൽ കോളേജുകൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കുകയും ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 705 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 3 നിലകളിലായാണ് പുതിയ കെട്ടിടം പൂർത്തിയാക്കിയിരിക്കുന്നത്. ചികിത്സയ്ക്കെത്തുന്നവർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഓരോ നിലയിലും ഒരുക്കിയിട്ടുള്ളത്. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ വെയിറ്റിംഗ് ഏരിയ, റിസപ്ഷൻ, ഫാർമസി, ഒബ്സർവേഷൻ റൂം, നഴ്സിംഗ് സ്റ്റേഷൻ, 3 കൺസൾട്ടേഷൻ റൂമുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. 1-ാം നിലയിൽ ഓഫീസ് റൂം, പരിരക്ഷാ റൂം, ലാബ്, ഇമ്മ്യൂണൈസേഷൻ വിഭാഗം, നഴ്സ് റൂം, ഹെൽത്ത് ഇൻസ്പെക്ടർ റൂം എന്നിവയും 2-ാം നിലയിൽ വിശാലമായ കോൺഫറൻസ് ഹാൾ, യൂട്ടിലിറ്റി റൂം, ഒഫ്താൽമോളജി വിഭാഗം, ഡൈനിങ് ഹാൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പുതുതായി ഒരു ലാബ് ടെക്നീഷ്യൻ തസ്തിക കൂടി അനുവദിച്ചതായും മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. നമ്മൾ ആദ്യമായി ഏറ്റവും നല്ല രീതിയിൽ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ സാധാരണക്കാരായ ആളുകൾ രക്തപരിശോധനയ്ക്ക് വരുമ്പോൾ അതിൽ ടെക്നീഷ്യൻ ഇല്ല എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അതൊരു കല്ലുകടി ആവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഉദ്ഘാടനം ആ തസ്തിക കിട്ടുന്നവരെ മാറ്റിവെച്ച്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ കേന്ദ്രത്തിന് ഒരു പുതിയ ലാബ് ടെക്നീഷ്യനെ നിങ്ങൾക്കായി നൽകിയിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷ വാർത്ത ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലിഫ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഘട്ടം ഘട്ടമായി അത് നടക്കും. ഈ ഇത്തരത്തിലൊരു കേന്ദ്രം പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ട് 2020 ആദ്യമായി പഞ്ചായത്തിലേക്ക് സ്ഥലം ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട് ഒരു കത്ത് നമ്മൾ നൽകുന്നത്. പിന്നീട് അതിലുള്ള തുടർ പ്രവർത്തനങ്ങൾ താമസിച്ചുകൊണ്ടാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പിന്നെയും വൈകാൻ കാരണമായി. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കെട്ടിടം ഇവിടെ നിർമ്മിക്കുന്നത്. ചടങ്ങിൽ വെച്ച് തിരുവനന്തപുരം ഗുലാദി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ GST പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുനവർ ഫൈറൂസിനെ മന്ത്രി മൊമന്റോ നൽകി ആദരിച്ചു. ആശാവർക്കർമാർ മന്ത്രിക്കുള്ള ഉപഹാരവും കൈമാറി. CCN മലപ്പുറം. ലക്കി സ്റ്റാർ മോളൂർ സംഘടിപ്പിക്കുന്ന 1ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് മോസ്കോ പൊട്ടച്ചിറയിൽ പന്തുരുളും. ടൂർണമെന്റിൽ നിന്നുള്ള വരുമാനം പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുന്നത്. മോസ്കോ പൊട്ടച്ചിറ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8-ന് നടക്കുന്ന ആവേശകരമായ ഉദ്ഘാടന മത്സരത്തിൽ സെവൻസ് ഫുട്ബോളിലെ വമ്പന്മാരായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഷൂട്ടേഴ്സ് പടന്നയുമായി മാറ്റുരയ്ക്കും. നെല്ലായ പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ മെമ്പർമാർ, ചെർപ്പുളശ്ശേരി SI, പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം ലക്കി സ്റ്റാർ മോളൂര് അണിയിച്ചൊരുക്കുന്ന
ഒന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി റോഡിൽ മോസ്കോ പൊട്ടച്ചിറയിൽ സെൻറ്റർ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ഗ്രൗണ്ട് ഉള്ളത്. 5000-ഓളം ആളുകൾക്ക് ഇരിക്കാവുന്ന രൂപത്തിൽ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ച് ഇന്ന് വൈകുന്നേരത്തിന് കളിക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ്. മത്സരത്തിന് മുന്നോടിയായി വൈകുന്നേരം 7 മണി മുതൽ പാലക്കാട് അനഘ ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും. സ്ത്രീകൾക്കും 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ടൂർണമെന്റിലേക്ക് പ്രവേശനം സൗജന്യമാണ്. ക്യാഷ് അവാർഡിനും വിന്നേഴ്സ് ട്രോഫിക്കും റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള ഫുട്ബോൾ മാമാങ്കത്തിൽ കേരളത്തിലെ പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കും. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരിയുടെ ചരിത്രം ഒപ്പിയെടുത്ത് പ്രഭാ സ്റ്റുഡിയോ ഇനി ഫ്രീലാൻസ് സർവീസിലേക്ക്. ഇതിന്റെ ഭാഗമായി ജനുവരി 31 ശനിയാഴ്ച ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കും. സമാരംഭ ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും. ചെറിയനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പ്രായമാണ് ശരിക്കും സ്റ്റുഡിയോൻ്റെ വർഷം. അത് കഴിഞ്ഞിട്ട് 78 ചെറിയ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു. അതിന് ശേഷമാണ് ഞാൻ സ്റ്റുഡിയോനെ ഫുൾ ചാർജ് എടുത്തത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. അങ്ങനെ സ്റ്റുഡിയോയിൽ കയറി 78 മുതൽ ഇതുവരെ ഞാനും ഇവിടെ സ്റ്റാഫുകളെ നോക്കുന്നു സ്റ്റുഡിയോ. ഇപ്പം റോഡിൻ്റെ വികസനവും കാര്യങ്ങളും കുറേ പാർക്കിംഗ് പ്രശ്നങ്ങളുണ്ട്. സ്റ്റുഡിയോ ബിൽഡിങ്ങും പ്രശ്നങ്ങളുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റുഡിയോ നിർത്തുന്നത്. ഇത് നിർത്തിയാൽ ഞാൻ വീണ്ടും ഫ്രീലാൻസായിട്ട് ചെറുപ്പശ്ശേരി തന്നെ ഉണ്ടാവും. ചെർപ്പുളശ്ശേരിയുടെ ചരിത്ര താളുകളിൽ ഇടം പിടിച്ച ഒട്ടേറെ നിമിഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഫോട്ടോ പ്രദർശനം ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ശബരി ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കും. ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രം ചെർപ്പുളശ്ശേരിയുടെ ചരിത്രമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ എന്നാണ് ഞങ്ങൾ ഇതിന്ന് ആലോചിച്ചത്. അപ്പോൾ അത് കഴിയണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാധാരണ സ്ഥാപനം തുറക്കുമ്പോഴാണ് ചടങ്ങ് നടത്താറുള്ളത്. ഇത് ഭാഗികമായിട്ടോ ഒക്കെ അടയ്ക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെർപ്പുളശ്ശേരിയിലെ പ്രധാനപ്പെട്ട ചരിത്ര നിമിഷങ്ങളുടെ ഒരു ഫോട്ടോ പ്രദർശനം അന്ന് രാവിലെ മുതൽ 10 മണി വരെ 10 മണി മുതൽ വൈകുന്നേരം വരെ നടത്തണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രഭാ സ്റ്റുഡിയോയുടെ ശേഖരത്തിലുള്ള അമൂല്യമായ ചിത്രങ്ങൾ കാണാൻ പൊതുജനങ്ങൾക്ക് ഇതിലൂടെ അവസരം ലഭിക്കും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വാദ്യകുലപതി ചെർപ്പുളശ്ശേരി ശിവൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. വാദ്യകലാകാരൻ പനമണ്ണ ശശി ഇടയ്ക്ക് വായനയിലൂടെ ചടങ്ങിന് തുടക്കം കുറിക്കും. സാംസ്കാരിക രംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിക്കും. പഴയ തലമുറയ്ക്ക് പ്രഭാകരൻ നായരുടെ പ്രഭാ സ്റ്റുഡിയോ എന്നറിയപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങളുടെ പോലെ നമ്മുടെ ഈ തലമുറയ്ക്ക് അർഷേട്ടൻ്റെ പ്രഭാ സ്റ്റുഡിയോ എന്നാണ് നമുക്കൊക്കെ അറിയാം. മാഷ് പറഞ്ഞമാതിരി ഒരുപാട് ചരിത്ര സംഭവങ്ങൾ തുടക്കം കുറിച്ച ആഘോഷവേളയിൽ എല്ലാം ഒപ്പിയെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രഭാ സ്റ്റുഡിയോ ആയിരുന്നു ഇവിടെ മുൻപന്തിയിലുണ്ടായിരുന്നത്. ചെർപ്പശ്ശേരിയിലെ ആദ്യത്തെ സ്റ്റുഡിയോ പ്രഭാ സ്റ്റുഡിയോ ആണ് എന്നാണ് ചരിത്രം പറയുന്നത്. ഈ പ്രഭാ സ്റ്റുഡിയോയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒട്ടനവധി ആൾക്കാർ ഇന്ന് നമ്മുടെ ചെർപ്പശ്ശേരി പരിസര പ്രദേശങ്ങളിൽ സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. അതും പ്രഭാ സ്റ്റുഡിയോൻ്റെ വലിയൊരു മഹത്വമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്റ്റുഡിയോ പ്രവർത്തനം അവസാനിപ്പിക്കുന്നുള്ളൂ. പ്രഭാ സ്റ്റുഡിയോ അടച്ചുപൂട്ടി ഇവിടുന്ന് സ്ഥലം വിടുകയാണെന്നൊന്നും പറയാൻ പറ്റില്ല. സ്റ്റുഡിയോൻ്റെ പ്രവർത്തനം തൽക്കാലം അവസാനിപ്പിക്കുന്നു. അതൊരു ഫ്രീലാൻസ് വർക്കായിട്ട് അർഷേട്ടൻ തന്നെ. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പുതിയ തലമുറയൊന്നും ഈ ഫീൽഡിലേക്ക് വരാനില്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ ഇത്രയും കാലം കൊണ്ട് നടത്തിയ ആ പവിത്രത കാത്തു സൂക്ഷിക്കണം എന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് സ്റ്റുഡിയോ പ്രവർത്തനം തൽക്കാലം നിർത്തുക എന്നൊരു തീരുമാനത്തിലെത്തിയത്. അത് ഈ ജനുവരി 31 കൂടി അവസാനിപ്പിക്കുകയാണ്. സ്റ്റുഡിയോ ഉടമ CM ഹർഷൻ, SK ശ്രീകുമാർ, A രാമകൃഷ്ണൻ, K ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. കോട്ടപ്പാടത്ത് 15 വർഷമായി തരിശായി കിടന്ന പാടശേഖരത്ത് കർഷകരുടെ കഠിനാധ്വാനത്തിന് 100 മേനി വിളവ്. കൃഷിഭവന്റെ സഹായത്തോടെ താളിയിൽ ഖാദർ ഹുസൈൻ, യൂസുഫ് എന്നീ കർഷകർ നടത്തിയ കൃഷിയാണ് വിളവെടുത്തത്.
കൊയ്ത്തുത്സവം കോട്ടോപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ താളിയിൽ സൈനുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷനായി. കൃഷി കാണാനും പഠിക്കാനുമായി സമീപത്തെ അംഗൻവാടിയിലെ കുരുന്നുകളും അധ്യാപകരും എത്തിയത് കൊയ്ത്തുത്സവത്തിന് പുതിയൊരു അനുഭവമായി. വിളവെടുത്ത നെല്ല് സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി കൃഷി ഓഫീസർ ഷഹന അറിയിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമ്മർ KP, കൃഷി AD ഗിരിജ, കൃഷി അസിസ്റ്റന്റ് രമേശ്, പാടശേഖര സമിതി സെക്രട്ടറി തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടോപ്പാടം പഞ്ചായത്തിലെ മറ്റു പാടശേഖരങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വിളവ് ഇത്തവണ ലഭിച്ചത് ഈ തരിശു നിലത്ത് നിന്നാണെന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. CCN ചത്തല്ലൂർ. കുട്ടികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിനായി മലർവാടി ബാലസംഘം ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴവില്ല് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ചെർപ്പുളശ്ശേരി ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 4 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരുന്നത്. അംഗൻവാടി മുതൽ UKG വരെയുള്ള കുട്ടികൾ ആദ്യ കാറ്റഗറിയിലും 1-2 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ 2ാം കാറ്റഗറിയിലും മത്സരിച്ചു. 3 മുതൽ 5 വരെ ക്ലാസുകളിലുള്ളവർ 3ാം വിഭാഗത്തിലും 6-7 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ വാട്ടർ കളർ വിഭാഗത്തിലുമായി തങ്ങളുടെ ചിത്രരചനാ പാടവം തെളിയിച്ചു. ആദ്യ 3 വിഭാഗങ്ങളിൽ ക്രയോൺ ഉപയോഗിച്ചുള്ള ചിത്രരചനയാണ് നടന്നത്. ഏരിയ ജില്ലാ തലങ്ങളിൽ വിജയികളാകുന്നവർക്ക് പുറമെ സംസ്ഥാന തലത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് 10,000, 5,000, 3,000 രൂപ വീതം ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും. CCN ചെർപ്പുളശ്ശേരി. കസനാട്ടുകര കുണ്ടൂർക്കുന്ന് സ്കൂൾ സ്ഥാപക മാനേജർമാരുടെ അനുസ്മരണവും തേനേഴി സ്മൃതി പുരസ്കാര സമർപ്പണവും നടത്തി. ഡോക്ടർ ശങ്കരൻ മൂസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രഥമ തേനേഴി സ്മൃതി പുരസ്കാരം പ്രശസ്ത അഷ്ടവൈദ്യൻ പുലാമന്തോൾ ഡോക്ടർ ശങ്കരൻ മൂസിന് സമർപ്പിച്ചു. TM അനുജൻ, VM വസുമതി, TM നാരായണൻ, PG പ്രശാന്ത് കുമാർ, AM രവീന്ദ്രൻ, C ഓമനക്കുട്ടൻ, രേവതി, TM വാസുദേവൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN ചത്തല്ലൂർ. അപൂർവ രക്താർബുദമായ മെറ്റാസ്റ്റാറ്റിക് ന്യൂറോബ്ലാസ്റ്റോമ ബാധിച്ച് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന പുലാപ്പറ്റ കോണിക്കഴി സ്വദേശി കാർത്തികേയന്റെ ചികിത്സയ്ക്കായി കടമ്പഴിപ്പുറ സ്പോർട്സ് അസോസിയേഷൻ സഹായധനം കൈമാറി. ചടങ്ങിൽ പ്രഥമ തേനേഴി സ്മൃതി പുരസ്കാരം പ്രശസ്ത അഷ്ടവൈദ്യൻ പുലാമന്തോൾ ഡോക്ടർ ശങ്കരൻ മൂസിന് സമർപ്പിച്ചു. ഒരു വർഷത്തിൽ 200 കുട്ടികൾ ഫുട്ബോൾ കോച്ചിങ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഇങ്ങനെ പ്രവർത്തനം നടത്തി വരികയാണ്. ഈ സമയത്ത് ചികിത്സാ സഹായനിധിയിലേക്ക് 1ാം വാർഡിന്റെ ഭാഗമായി ഇന്ന് ഈ സഹായനിധിയിലേക്ക് ഒരു 20,000 രൂപ ഇന്നലെ ഫുട്ബോൾ ഫൈനലിൽ തിരിച്ച ഫണ്ട് ഈ കമ്മിറ്റി 1ാം വാർഡിലെ കമ്മിറ്റി മെമ്പറിന്റെ അഡീഷണൽ മെമ്പറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഇവിടെ സമർപ്പിക്കുകയാണ്. TM അനുജൻ, VM വസുമതി, TM നാരായണൻ, PG പ്രശാന്ത് കുമാർ, AM രവീന്ദ്രൻ, C ഓമനക്കുട്ടൻ, രേവതി, TM വാസുദേവൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN ചത്തല്ലൂർ. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി സദാനന്ദം നവോത്ഥാന ജ്യോതി രഥയാത്ര തിരുനാവായിലെത്തി. ആശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദ ഭാരതിയുടെ നേതൃത്വത്തിലാണ് രഥയാത്ര നടത്തിയത്. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. മനോഹരമായി അവതരിപ്പിച്ചൊരു നൃത്തത്തിന് ഇത്രേ കയ്യടിയുള്ളൂ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. വളരെ മനോഹരമായി താളലയ സമ്മിശ്രമായ നൃത്തച്ചുവടുകളോടെ ഇവിടെ തിരുവാതിര അവതരിപ്പിച്ച ഇന്ദുമുഖി ഗ്രൂപ്പിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ശ്രീ യോഗീശ്വര തിരുവാതിര സമിതി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സദാനന്ദ സ്വാമികൾ നടത്തിയ വിപ്ലവകരമായ സാമൂഹ്യ പരിഷ്കാരങ്ങളെ ഓർമ്മിപ്പിക്കുന്നതും നവകേരളത്തിന് ആത്മീയവും സാമൂഹികവുമായ പുതിയ വെളിച്ചം പകരുന്നതുമാണ് ഈ ജ്യോതി രഥയാത്രയെന്ന് സംഘാടകർ അറിയിച്ചു. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് രഥയാത്രയെ സ്വീകരിച്ച് ദീപം ഏറ്റുവാങ്ങി.
വലിയൊരു കാര്യങ്ങളാണ് ഇത് വരുന്നത്. ക്രൗഡ് വന്നിട്ടാണ് എല്ലാ തമിഴന്മാരും തമിഴ് സ്ത്രീകളും ക്ഷേത്ര ദർശനം നടത്തിയിട്ട് തുടർന്ന് നീള നദി കടന്ന് യജ്ഞശാലയിലെത്തി ദീപം മഹാമേരുവിന് മുന്നിലെ കിടാവിളക്കിലേക്ക് പകർന്നു. പിന്നീട് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി സത്സംഗമം നടത്തി. സ്വാമി ചിദാനന്ദ ഭാരതിയും സംസാരിച്ചു. CCN മലപ്പുറം. പുലാമന്തോൾ പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ഗുരുവായൂർ മുൻ മേൽശാന്തി ഹരീഷ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർ പങ്കെടുത്ത സാംസ്കാരിക സദസ്സും നടന്നു. മന്ത്രോച്ചാരണങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ സാക്ഷികളായി. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന പ്രൗഢമായ സാംസ്കാരിക സദസ് മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ മഹോരഥോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. സംവിധായകനും ബിഗ് ബോസ് വിജയിയുമായ അഖിൽ മാരാർക്ക് ക്ഷേത്രം ട്രസ്റ്റി പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ ഇത്തവണത്തെ പാലൂർ ഷൺമുഖ പുരസ്കാരം സമ്മാനിച്ചു. ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ധീരതാ പുരസ്കാരം വിമുക്ത ഭടൻ സജീവ് കുമാറിന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രൻ കൈമാറി. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ഡോക്ടർ VA അജയ്, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ TP ജയചന്ദ്രൻ, കാന്താര സിനിമയുടെ സ്റ്റണ്ട് കോറിയോഗ്രാഫർ വിപിൻ ദാസ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ബഡ്സ് ആൻഡ് BRC ജില്ലാ കലോത്സവത്തിന്റെ ഓവറോൾ 3ാം സ്ഥാനം നേടിയ പുലാമന്തോൾ ബഡ് സ്കൂൾ വിദ്യാർത്ഥികളെയും M ആരതി TK, ശ്രീനന്ദ തില്ലാന എന്നിവരെയും പുരസ്കാരം നൽകി അനുമോദിച്ചു. മുൻ MLA CP മുഹമ്മദ്, ഡോക്ടർ തൃത്താല ശങ്കരകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാജി കട്ടുപാറ, പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സുധ പൊട്ടിപ്പാറ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ, V ബാബുരാജ്, പാലൂർ ഗോപാലകൃഷ്ണ പണിക്കർ, മോഹനൻ പനങ്ങാട്, പ്രദീപ് കോട്ടയ്ക്കൽ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തനിക്കെതിരെ അപകീർത്തികരവും വസ്തുതാവിരുദ്ധവുമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് KT ജലീൽ MLA-ക്കെതിരെ നിയമ നടപടിയുമായി സന്ദീപ് വാര്യർ. ജലീലിന് മാനനഷ്ട കേസിൽ വക്കീൽ നോട്ടീസ് അയച്ചതായും നടത്തിയ പരാമർശങ്ങൾ പരസ്യമായി പിൻവലിക്കണമെന്നും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു. കുമരംപുത്തൂർ പഞ്ചായത്ത് ഭരണത്തിൽ CPM നേരിട്ടിടപെട്ട് പാർട്ടി അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറിയെ തടഞ്ഞുവച്ചു. നികുതി പിരിവുമായി ബന്ധപ്പെട്ട ഡിമാൻഡ് നോട്ടീസ് വിതരണം ചെയ്യാനുള്ള ആളുകളെ തിരഞ്ഞെടുത്തതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായാണ് പ്രധാന ആരോപണം.
കടമ്പഴിപ്പുറത്ത് നടന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ NFC നെല്ലിക്കുറിശി ജേതാക്കളായി. ആവേശം നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് വാക്കടപ്പുറത്തെ പരാജയപ്പെടുത്തിയാണ് നെല്ലിക്കുറിശി കിരീടം ചൂടിയത്. ഉലാമന്തോൾ പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ഗുരുവായൂർ മുൻ മേൽശാന്തി ഹരീഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർ പങ്കെടുത്ത സാംസ്കാരിക സദസ്സും നടന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.